അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഷോപ്പിംഗ് ഉണ്ട്, അല്ലാതെ നമ്മൾ വെള്ളനാട് തൂക്കം ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഷാമ്പു വാങ്ങാൻ വേണ്ടി പോയി. അപ്പോൾ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നേരത്തെ ഒരു ഇൻട്രോ ഇട്ടാണ്, വീണ്ടും ഒരു ഇൻട്രോയും കൂടെ എടുക്കാമെന്ന് ചോദിച്ചു. ചേച്ചിക്ക് ഒരു കല്യാണ ആലോചന വന്നായിട്ട് ആരനാടിന്ന് കിള്ളംപയ്യ മിഥുൻ എന്നാണ് പേര്. ചേച്ചിയുടെ ആരനാട് ജെറി ഫൈനാൻസിൻ്റെ താഴെ ഒരു കട ഇട്ടിരുന്നു. അവിടെ നമ്മൾ ചേച്ചിയെ കാണാൻ വേണ്ടി നമ്മൾ വിതുരയിൽ ചേച്ചി വർക്ക് ചെയ്യണതിൻ്റെ അവിടെ വന്നായിരുന്നു. പക്ഷേ ചേച്ചി ഇന്നലെ പോയില്ലായിരുന്നു. അങ്ങനെ അവർ കാണാമെന്ന് വിചാരിച്ചിരുന്നതാണ്. ഒരു ദിവസം കാണുമായിരിക്കും കേട്ടാ. പുതിയ മരുമനെ കിട്ടി. പഴയ ആൾ നഷ്ടപ്പെട്ടു പോയി, നമ്മളെ വിട്ടുപോയായിരുന്നു. നമ്മൾ അവിടെ എന്തൊരു ചെയ്യുന്നുണ്ട് ചേട്ടാ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തുടങ്ങിയതിന് ഇതിൻ്റെ മൊത്തം ഒന്ന് സെറ്റായി. നേരത്തെ എൻ്റെ ഫോണും തറയും പിന്നെ കുഴപ്പമില്ല. ഇത് ഇത്രയും മീൻ വാങ്ങിച്ചായിരുന്നോ? ഇറച്ചിയിലേ മേടിച്ചോളൂ. ഇറച്ചിയാണ് മേടിച്ചത്. അപ്പം ഒരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് വാളയും കമ്മലും വേണം, അതൊക്കെ ഉണ്ട്. തൂക്കമുണ്ട്, അത് കാണാൻ വേണ്ടി പോകണം. തൂക്കം അറ്റ് വെള്ളനാട് കോവിൽ, അതാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. തൂക്കം അറ്റ് വെള്ളനാട് കോവിൽ ആൻഡ് ഷോപ്പിംഗ്, അത് എൻ്റെ ഷോപ്പിംഗ് കൂടെ. ഓക്കെ, അമ്മയ്ക്ക് വേണ്ടി പുതിയ ഒരു കമ്മൽ വാങ്ങുന്ന ആഭരണങ്ങൾ. അങ്ങനെ ഈ ആഭരണങ്ങളുടെ ഇംഗ്ലീഷ് എന്തരമ്മ? ആഭരണം, ഓർണമെന്റ്സ്. സ്പെല്ലിംഗ് എന്നിട്ട് ഓർണമെന്റ്സ് ORMANS. OR കറക്റ്റ് വാക്ക്. ഓർണമെന്റ്സ് ഓർണമെന്റ്സ് എന്ന് പറഞ്ഞാൽ ORNAMENS ഓർണമെന്റ്സ്. ഓക്കെ, അപ്പോൾ കറക്റ്റാണ്. കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോ. അപ്പം ഓർണമെന്റ്സ് വാങ്ങാൻ വേണ്ടി പോയി. ഓർണമെന്റ്സ് വിത്ത് അമ്മ ഷോപ്പിംഗ്. അപ്പം അത് ചെയ്യണം. ഷോപ്പിംഗ് അത് ചെയ്യണം. അമ്മയ്ക്ക് ഓർണമെന്റ്സ് വാങ്ങണ്ടേ? ഓർണമെന്റ്സ് വരുന്നുണ്ടല്ലേ. 170-180 ഉണ്ടല്ലേ? ഇല്ലേ, 180 ഇല്ലേ? അപ്പോൾ 180 ഉണ്ട്. അതിന് എടുക്കാം. വണ്ടിക്കൂലിക്ക് വെച്ചിരുന്ന് എടുക്കാം. നമ്മളിന്ന് ഓട്ടോയിൽ തന്നെ പോകുന്നത്. ബസ്സിലല്ല, ഓട്ടോയിൽ പോകും. 2 ഓട്ടോ അവിടെ കൊടുക്കുന്നുണ്ട്. 2 ഓട്ടോയിൽ പോകും. ഇവിടെ എന്തോ പണി നടക്കുന്നുണ്ട്. പണി തീർന്നില്ലാന്ന് തോന്നട്ടെ. അവിടെ നമ്മൾ ഇവിടെ നിന്ന് താഴെ ഇറങ്ങുന്ന വഴിക്കാണ് ഇപ്പം നമ്മൾ പോകുന്നത്. എന്താ അത് വിട്ടിരിക്കണോണ്ട് ഇപ്പം അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. ഈ വഴിയെ താഴെ ഇറങ്ങി ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഒരു വീടുണ്ട്. വീടിൻ്റെ അവിടെ മതിലും കെട്ടി വീടും കെട്ടി ഒരിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിമെൻറ്റ് വയ്ക്കണമെന്നാണ് തോന്നുന്നത്. അപ്പം എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്തൊക്കെ വയ്ക്കുക. എൻ്റെ കോസ്റ്റ്യൂം ഇതാണ്. എൻ്റെ കോസ്റ്റ്യൂം ഇതാണ്. ഈ ഉടുപ്പും പാൻറ്റും. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. അവർക്ക് വേണമെന്നൊന്ന് വിളിച്ചു ചോദിച്ചു നോക്കിയാണ്. എന്നാ ഇപ്പൊ പോയി കൊടുത്തിട്ട് വിളിച്ചു ചോദിച്ചു നോക്ക്.
ചോദിക്കാൻ വേണ്ടി പോയിരിക്കണം ഇവിടെ. അമ്മ വിളിച്ചു ചോദിക്കാൻ പറഞ്ഞു വേണമെന്ന്. എൻ്റെ ഫോണിൽ എങ്ങനെ വിളിക്കണം? അമ്മേൻ്റെ ഫോണിൽ വിളി. അമ്മേൻ്റെ ഫോണിൽ വിളി, എന്നിട്ട് പറ ഇത് ഇറച്ചി മീനും വേണമെന്ന്. മരിച്ചിനെയും മീനാ ഇറച്ചിയോ എല്ലാം വേണമെന്ന്. അടുക്കളയിലെടുത്ത് വയ്ക്കാൻ നമ്മളെ ഫോണ്. വല്ല വേണമെന്ന് ചോദിച്ചേന് ജോലിയൊക്കെ തീർന്ന മീനെ കാണിച്ചു കുറച്ച് ഇറച്ചി കറി കൊടുത്തേക്കിട്ടാ. ഇറച്ചി കറി കൊടുത്തേക്കിട്ടാ. വേണ്ടി അതെന്ത് വേണ്ടാത്ത? വേണ്ടാത്തുണ്ട്. എന്ത് വേണ്ടാത്തേന്ന്? അത് ഉത്തുപ്പുഴ കാണുള്ളൂ. അങ്ങനെ നമ്മള് അവിടെ ഇപ്പൊ എങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പം അവിടെ പണി നടക്കുന്നുണ്ട് ചേട്ടാ. അവിടെ പണി ഇപ്പൊ ഇറങ്ങണം ഗൈസ്. ഇങ്ങോട്ട് വരാൻ അപ്പൂസ് കാണിച്ചു കൊടുത്തു. എനിക്ക് വേറെ ജോലി ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് പുറപ്പെടാം ഗൈസ്. ഇപ്പം ഇറങ്ങുന്നതാണ്. അമ്മ അതേട്ടമ്മ പെട്ടെന്നിട്ട് അത് എന്തിട്ട് എടുക്കാൻ പറയാണ്. കറി എടുത്തേക്കാൻ പറഞ്ഞു. ഓ പറയും വേണ്ടി വെപ്രാളപ്പെട്ട് കൊണ്ടുവരട്ടെ. അത് പതുക്കെ കൊണ്ടുവരണേ ഉള്ളൂ. അല്ല പറഞ്ഞ മൂന്നര 4 മണിയാകുമ്പോഴേ 3:30. അതെണ്ണ വരും. അച്ഛൻ വരും. അച്ഛൻ വരാന്ന് പറഞ്ഞ് നമുക്ക് വേണമെന്ന് വിളിച്ചു അമ്മാമ്മക്ക് വേണമെന്ന് വിളിച്ചു ചോദിക്കാൻ പറഞ്ഞെന്ന്. പിന്നെ എടുക്കാം കേട്ടോ. ഒരു വെയിലുണ്ട്. ഇത് തിന്നും കൊണ്ട് ഇനി വീണ്ടും തുമ്പരം ചെറുതായിട്ടൊന്ന് തല നനച്ചിട്ട് നമുക്ക് ഇറങ്ങാം കേട്ടോ. സമയം തന്നെ ഇത്ര ആയിട്ടുള്ളൂ. 12:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. 35 കഴിഞ്ഞ് ഒരു വെയിലുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു വെയില സെറ്റേക്ക് നാടിച്ച് പൊടിക്കാം. പിന്നെ എടുക്കാം. ഒന്നും ആയില്ല. ഒരു രസം വയ്ക്കാൻ കിടന്ന കേട്ടോ പാട്. കായം കൂടി. ഒരാൾക്ക് എണ്ണയില്ലാതെ രസം വയ്ക്കണം. അതുകൊണ്ട് എണ്ണയില്ലാതെ വയ്ക്കുകയാണ്. ഇതിപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ
ഇവിടെ ആയിട്ട് പണി നടന്നു. ആ കഴിഞ്ഞ ചെയ്ത് കഴിഞ്ഞ ഇത് കഴിഞ്ഞിട്ട് കുളിക്കണ്ടേ ഇനിയിപ്പോ? ഇറച്ചി തിന്നണ്ടെന്നോ? ഇവിടെ വേറെ കറികളൊന്നും ഇല്ലേ? ഞാൻ ഇറച്ചി കൂട്ടണില്ല ഇപ്പൊ. ഞാൻ ഇറച്ചി കൂട്ടണില്ല. ഇനി ഞാൻ ഇറച്ചി കൂട്ടൂല. വീണ്ടും കുളിക്കേണ്ടി വരും. നേരത്തെ കുളിച്ചത് വീണ്ടും കുളിക്കും. വേറെ പണിയില്ല. ഇറങ്ങാൻ നോക്ക്. ഭയങ്കര വെയിലുണ്ട്. എനിക്ക് വെയിൽ ഇത് വേണ്ട, മുന്തിരി വേണ്ട. ചെത്ത് ഇപ്പം വീഴാണ്. അതിനൊക്കെ എടുത്ത് മാറ്റി പുതിയ റോഡെല്ലാം വരുന്നത്. എനിക്ക് പുതിയ റോഡിനി എന്ന് വരുമെന്തോ. ഇവിടെയൊക്കെ വന്നിരുന്നെങ്കിൽ മതി. പിന്നെ എടുക്കാം. തീർന്നില്ലേ അടിച്ചിനി. വേണ്ട കായ ഇടണ വേണ്ടി മതി. കായ ഇട്ടത് കായ ഇച്ചിരി കൂടുതലാണ് ഇട്ടത്. അഴുക്ക കൊച്ചാണ് അഴുക്ക്. അല്ലേ വല ചുമ്മാ അഭിനയിക്കണേണ്. ഉപ്പ് ഉണ്ടാവും നോക്കണേ. എന്നിട്ട് വീണ്ടും കായ എടുത്തുള്ളൂ. പാത്രം ഇട് കൊണ്ടുപോയി. ഇളക്കി എടുത്തിട്ട് ഒരു പേസ്റ്റിൻ്റെ റിവ്യൂ നമുക്ക് ചെയ്യണം കേട്ടോ. വന്നതിന് ശേഷം നമുക്കൊന്ന് ചെയ്യാം. സാധാ ഒരു വീഡിയോ പോലത്തെ റിവ്യൂ ചെയ്യാനായിട്ട് അവിടെ പണി നടക്കുന്നുണ്ട്. പണി നടക്കും. ഈ ജിമ്മിനൊക്കെ പോയി ഒന്ന് സെറ്റാവണം. സൈസ് എത്ര വർഷം തൊട്ട് ജിമ്മിന് പോവുകയാണ്. എത്ര രൂപയെന്ന് അറിഞ്ഞൂടാ. നിങ്ങളൊക്കെ ഇവിടെയൊക്കെ എത്ര രൂപയാണെന്ന് കമൻറ്റ് ചെയ്യും. ഇവിടെ താമസിക്കുന്ന കുറ്റിച്ച് താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ജിമ്മിൻ്റെ വില എത്രയാണെന്ന് ചോദിച്ച് നിങ്ങൾ ജിമ്മിന് പോകുന്നു. എല്ലാവരും കിട്ടും. ഫസ്റ്റൊക്കെ നല്ല വാൻ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. ഇതരാന്നറിയില്ല. എനിക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ പൊക്കാനൊക്കെ പറ്റും. സാധനങ്ങളൊക്കെ പറ്റാൻ പറ്റും. അത് കുഴപ്പമില്ല. പിന്നെ എടുക്കാം. അത് അരിച്ചിനി ഇളകിക്കൊണ്ടിരിക്കുന്നത് മതി. അരിച്ചിനി ഇളക്കിയിട്ട് എടുക്കാം സുഹൃത്തുക്കളെ. പാക്ക് ചെയ്യണം. അമ്മാമ്മയ്ക്ക് കൊടുക്കാം. ഫാന് വാങ്ങണമായിരുന്നു. അപ്പോൾ ഈ ഫാനല്ല നമ്മൾ നമ്മൾ തറയിൽ വെച്ചിട്ട് നമ്മൾ സ്വിച്ച് ഇടുമ്പോൾ ഫാൻ നമ്മൾ നേരിട്ട് സ്വിച്ച് ഇട്ട് ഫാൻ ആ സംഭവം വാങ്ങണം.
അതാണ് ഇവിടെ ഇല്ലാത്തത്. അപ്പം അത് കാണിച്ചാൽ നമുക്ക് എവിടെയാണോ സ്വിച്ച് ഉള്ളിടത്ത് വെച്ചിട്ട് നമുക്ക് ഫാൻ ഇട്ട് സുഖമായിട്ട് കുക്ക് ചെയ്യാം. എല്ലായിട്ട് ഇളക്കിയാൽ ചൊവ്വനെ ഇളക്കാത്തത്. ചൊവ്വന് നേരെ ചെവിന് പകരം ഉപയോഗിക്കണ വാക്കാണ് ചൊവ്വന്. മതി മതി. എന്നെ എല്ലായിടത്തും പിടിച്ച് അത് കാണുന്ന അറിഞ്ഞൂടെ. നോക്ക് എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? ഇതെങ്കിലും പാത്രം ഇട്. അതിൻ്റെ അകത്ത് ഏട് പെട്ടെന്ന് സമയം. അത്ര മതി. കറി എൻ്റെ മേലെ കൂടെ കഴിക്കണോ? ഇത്ര മതിയല്ലേ മരിച്ചു? എന്തൊരു ഇനി മറ്റേ ഇത് കറി അന്നത്തെ സാധനം ഉണ്ടാക്കിയത് നല്ല മണമുണ്ട് കേട്ടോ. അത് മണമുണ്ട്. അത് ഇട്ട് വെച്ചത് കൊണ്ട് അത് 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 നല്ല സക്സസ്ഫുൾ ആയല്ലേ അത് ചെയ്തത്. പക്ഷെ അത് മൂത്തുപോയി, അതാണ് പ്രശ്നമായിപ്പോയി. പക്ഷെ അത് നല്ല ഇത് റെഡിയായി അല്ലേ? നല്ല റെഡിയായി. ഇല്ല ചോറ് തന്നെ. ഇറച്ചി വേണ്ടേ? ഇറച്ചി വേണ്ട അതുകൊണ്ട് സലാഡും തോരനും അച്ചാറും കൊടുത്തില്ല. ഇതിന്റെ കൂടെ അച്ചാർ അതുണ്ട്. അതിട്ട് കൂട്ടത്തില്ല. ഇറച്ചിയിട്. ഞാൻ കുറച്ച് മതിയെന്ന് പറഞ്ഞു. അടിക്കല്ലെങ്കിലും കുറച്ച് തന്നെ മതി. ടിങ്ങിന് കൊടുക്കണം. ഇന്നാൾ വെച്ചപ്പോഴും ഇതുങ്ങളാണ് കൊണ്ടുവരുന്നത്. മീനും കുഞ്ഞൊക്കെ അവർക്ക് കൊടുക്കില്ല. ഇറച്ചി വെച്ചിട്ട് അതുകൊണ്ട് അടുത്ത് പറയില്ല ഇറച്ചി വെച്ചത് കെട്ടിച്ചമ്പന്തം കൊണ്ട് കൊടുക്കാൻ പറയും. ഇവിടെ വന്നിരിക്കുന്നു. മതി മതി മതി. അടച്ച് വയ്ക്കുന്നത് അടയ്ക്കാൻ പറ്റുമോ അവിടെ? മതി മതി. എല്ലാം കൂടെ വെച്ച് അടച്ചു വിട്ട് അത് വെച്ചിട്ടുണ്ട്. നമുക്ക് അരിച്ചിനി കൂടെ സെറ്റാക്കിയിട്ട് നമുക്ക് ചോറ് കഴിച്ചിട്ട് നമുക്ക് വിടാം. അല്ലെങ്കിൽ ചോറ് കഴിച്ചില്ല ഇതെന്ന് പറഞ്ഞോണ്ട് നമുക്ക് ചോറ് കഴിക്കാം. കൈ കഴിയാം. ദിവസം നമ്മൾ കൈ കഴുകിയിട്ടുണ്ട്. പോയി. ഓ
ചോറ് വരി നമ്മളിതാണ്ട് ഇവിടെ പാക്ക് ചെയ്യണം. മതി 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 കെട്ടി വെച്ച് ഇത് സംസാരിച്ചോണ്ടിരിക്കുന്നു. ആടെ വൈ ഇത് ചോറ് വരും. ഇതൊക്കെ എടുത്ത് മാറ്റി. ഇത് അത് മാറ്റി സലാഡ് വേണ്ടേ? ഓ സലാഡൊക്കെ വഴി തൈരുണ്ട്, തോരയുണ്ട്, വള്ളിപ്പയർ വരെ, ചിക്കനും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എന്തരട്ടമ്മ അതിൻ്റെ കൂടെ എന്തെങ്കിലും പൊടിയല്ല ചേർത്താ? മറ്റേ എന്താ നീ കവറില്ല എന്തെങ്കിലും മസാലപ്പൊടി ഈ ബിരിയാണിക്ക് ഇടണ? പിന്നെ എന്തൊരു ടേസ്റ്റ് അതിന് ഈ ഇറച്ചിക്ക് ടേസ്റ്റ് ഉണ്ട്. അല്ല ഇച്ചിരി ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു അതിന്. എന്തിനോ ചേർത്ത് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു. പോലെ അല്ല എന്തൊക്കെ ചേർത്ത് ഇറച്ചി ചേർക്കുന്നുണ്ടല്ലോ. ഈ കടയിലൊക്കെ ഇറച്ചി തിന്നുമ്പോൾ ഉള്ള ടേസ്റ്റ് ഉണ്ടല്ലോ അതേപോലെ അന്നേ ആഹാ ഇത് ഒരു 6 മണിക്ക് കഴിഞ്ഞിട്ട് അത് തീർന്ന് കഴിഞ്ഞിട്ട് വന്നു കേട്ടാ അമ്മ. അയ്യോ ഓ താമസി അത് കുഴപ്പമില്ലെന്ന്. നേരത്തെ ഇപ്പൊ പോയിട്ട് അത്താ അമ്മരോടാ അച്ഛാ പോവാ നമുക്ക് പോവാം. അച്ഛൻ കൊണ്ടുപോയി കൊടുക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. അച്ഛൻ കൊണ്ടുപോയി കൊടുക്കട്ടെ. പിന്നെ ഗായ്സ് ഇറങ്ങിയിരിക്കുകയാണ്. താറ്റേ ഇറങ്ങിയിരിക്കുകയാണ്. ഇത് ഇച്ചിരി ഉറങ്ങിയിട്ട് എണീച്ച് മുഖം കഴുകി കൈയും കാലൊക്കെ കഴുകി ഇറങ്ങിയിട്ട് അമ്മയെ ഒരുങ്ങാൻ താമസിച്ചു. 4 മണി ആകുമ്പോൾ ചേട്ടാ. പക്ഷേ തൂക്കം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലല്ല, നമുക്ക് കണ്ടിട്ടുണ്ടായിരിക്കില്ല തൂക്കം. പക്ഷേ പിള്ളേരെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ട് ഒരു ക്രെയിം പോലത്തെ സംഭവം വെച്ച് അത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു അർച്ചന പോലത്തെ നമ്മൾ കാവടിയൊക്കെ എടുക്കുമ്പോഴത്തെ ഒരു നേർച്ച, അത്രയേ ഉള്ളൂ. നമ്മൾ ഇറങ്ങിയത് ഇച്ചിരി നല്ലതായി. നമ്മൾ പെട്ടെന്ന് എനിക്ക് വേണ്ട. അയ്യോ ഇറങ്ങിയതേ ഉള്ളൂ. അടുത്ത് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഇറങ്ങിപ്പോയി. ജിമ്മിന് പോകണം ഉടനെ. അടുത്ത മാസം മുതൽ ജിമ്മിന് പോകണം.
നമുക്ക് അവിടെ ചെന്നിട്ട് ഉണ്ട് ഇവിടെ എത്തിയിട്ട് എടുക്കാം കേട്ടോ. ഇവിടെ ഉണ്ട് മാങ്ങയൊക്കെ ഉണ്ട്, കണ്ട അങ്ങനെ നിൽക്കുന്നുണ്ട് മാങ്ങ. തന്നെ ഇന്നെ എത്തണം. ആ നമ്മൾ ഫാസ്റ്റിൽ പോകാം കേട്ടോ. നമുക്ക് ഇവിടെ എത്തുമ്പോഴത്തേക്കും ബസ് എത്തും. ആ ബസ്സിൽ കയറി നേരെ പോകാം. സമയത്തിന് വണ്ടി ഉണ്ടോയെന്ന് ഞാൻ അറിയാൻ വയ്യ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ദിവസം നമ്മളങ്ങനെ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ എത്തിയിട്ട് ഒരു വീടൊക്കെ വെച്ച് ഫാസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ വരും വണ്ടി കേട്ടോ. ആ ടിക്കറ്റ് എടുത്തോ. പഠിത്തജനങ്ങൾ വളരെ ശ്രദ്ധാപൂർവം നിൽക്കേണ്ടതാണ്. തൂക്കം ആരംഭിച്ചിരിക്കുന്നു. ഒൻപത് 10 തൂക്കം നേർച്ച ആരംഭിച്ചു കഴിഞ്ഞു. 9 ആബിദ് കൃഷ്ണ സൺ ഓഫ് വിവേക് ആർ ശ്രീകലാഭവൻ ചാങ്ങ ഉള്ളനാട്. 10 സഹസ്ര ഡോക്ടർ ഓഫ് അനുജി ഗോകുലം വെമ്പല്ലൂർ അനുഭവിക്കുന്ന തൂക്കുവട്ടക്കാർ രാധാകൃഷ്ണൻ ശ്രീകലാഭവൻ ചാങ്ങ. ക്ഷേത്ര ദർശന സമയമാണ്. വടക്കേ നിലയിൽ തിരക്ക് വളരെ കുറവാണ്. ഭക്തജനങ്ങൾക്ക് ശ്രീ ഭഗവതി നമ. 11, 12 തൂക്കം നേർച്ച ആരംഭിക്കുന്നു. 11 ദേവാഗ്ര ഡോക്ടർ ഓഫ് അമൽ CS നായർ കിച്ചു ഭവൻ നെട്വക്ഷത നിലനിന്നാണ്. 12 ശ്രേയസ് കെ ആനന്ദ് സൺ ഓഫ് ആനന്ദ് കൃഷ്ണൻ ആനന്ദ് ഭവൻ കരിങ്ങൽ കണ്ടല തൂക്കുവട്ടക്കാർ രതീഷ് DM ശ്രീശൈലം. മനോഹര താരങ്ങൾ ക്ഷേത്രത്തിന് സമീപമുള്ള പൂക്കടയിൽ നിന്ന് ഭക്തജനങ്ങൾക്ക് മിതമായ നിരക്കിൽ വാങ്ങാം. രാജേഷ് ചെരുവിളവീട് അമ്പലത്തിനായ നട്ടാക്കണം 13, 14 തൂക്കമാണ് നടക്കുവാൻ പോകുന്നത്. ഓം ശ്രീ ഭഗവതേ നമഃ. ഭക്തജനങ്ങൾ പരമാവധി പുറകിലോട്ട് മാറുന്ന സത്യദർശനമായ തൂക്കപരിപാടി വീക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വെള്ളനാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ചരിത്ര പ്രസിദ്ധമായ വീരസന്റെ മഹോത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്തിപരമായ തൂക്ക പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നെല്ലു കടന്നുകൊണ്ടിരിക്കുന്നു. ക്ഷേത്രത്തിന്റെ ചേർന്ന് നിൽക്കുന്ന തൂക്കവട്ടക്കാർ മഹേന്ദ്രൻ MS നിവാസ് ഭഗവതിപുരം രാജേഷ് ചരുവണ വീട് അമ്പലത്തിൻകാല കാട്ടാക്കര. ഓം ശ്രീ ഭഗവതി നമഃ. ഓം ശ്രീ ഭഗവതി നമഃ. 23 നമ്പർ തൂക്കം നേർച്ചയ്ക്കുള്ള എത്രയും വേഗം എത്തിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, 23 നമ്പർ തൂക്കം നേർച്ചയ്ക്കുള്ള പദ്ധതി എത്രയും വേഗം കിഴക്കേമലയിൽ എത്തിക്കുന്നതാണ്. ഇപ്പോൾ ഭക്തജനങ്ങൾക്ക് ക്ഷേത്ര ദർശനം നടക്കാവുന്നതാണ്.
ഭക്തജനങ്ങൾക്ക് ഇപ്പോൾ ക്ഷേത്ര ദർശനം ശ്രീ ഭഗവതി നമ 15-16 തൂക്കം നേർച്ച ആരംഭിക്കുന്നു. 15 നിഹന യാമിക ഡോക്ടർ ഓഫ് അബുദാബി ഇന്ത്യയിലും കൊച്ചോട്ടുകാവ് അനേകം. 16 ഇവാൻ ശിവ ഡോക്ടർ ഓഫ് മനുപ്രസാദ് ശിവപ്രസാദ് ദേവഗോഡ് കുതിരകുളം. മുഖക്കാർ ശ്രീജേഷ് ആന്തരികയാണ്. ഭക്തജനങ്ങൾ പരമാവധി പുറകിലേക്ക് മാറി നിന്ന് തൂക്കം വീക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഓം ശ്രീ ഭഗവതി നമ. വാതിലൂടെ ഭക്തജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങേണ്ടതാണ്. ക്ഷേത്ര ദർശന സമയമാണ്. കിഴക്കേറ്റം വടക്കേറ്റതയിൽ ഇപ്പോൾ തിരക്ക് കുറവാണ്. വടക്കേറ്റതയിൽ ദർശനത്തിന് സൗകര്യമുണ്ട്. ഭക്തജനങ്ങൾക്ക് ഇപ്പോൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കാവുന്നതാണ്. കാവരക്ഷകൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കേണ്ടതാണ്. ഓം ശ്രീ ഭഗവതി നമ. ഭക്തജനങ്ങൾ പുറകിലേക്ക് ഭാഗത്തുകൂടി പുറത്തേക്ക് ഇറങ്ങേണ്ടതാണ്. പടിഞ്ഞാറ് ഭാഗത്തെ വാതിലിലൂടെ ദർശനം കഴിഞ്ഞ പുറത്തേക്ക് ഇറങ്ങേണ്ടതാണ്. നടക്കി വെക്കുന്നതിന് ആവശ്യമായ വെള്ളിപ്പെട്ട കൈകാൽ കടന്നു വരുന്നു. ഭക്തജനങ്ങൾ ഇരുഭാഗത്തേക്ക് മാറി നിൽക്കേണ്ടതാണ്. ഇതെടുത്തോ കടന്നു വരികയാണ്. പരമാവധി പുറകിലേക്ക് മാറി നിൽക്കേണ്ടതാണ്. വടക്കേറ്റതിൽ നിൽക്കുന്നവർ അകത്തേക്ക് കയറേണ്ടതാണ്. പരമാവധി പുറകിലോട്ട് മാറുന്നത് ശ്രദ്ധിക്കുകയാണ്. 29 നമ്പർ തൂക്കം ദർശനമുള്ള കുഞ്ഞിനെ കിഴക്കേ നദിയിലെത്തിക്കുന്നതാണ്. തൂക്കം ദർശനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്കും 29 നമ്പർ തൂക്കം ദർശനമുള്ള കുഞ്ഞിനെ എത്രയും വേഗം കിഴക്കേ നദിയിലെത്തിക്കുന്നത് നയിക്കുകയാണ്. കടന്നുവരികയാണ്. ഭക്തജനങ്ങൾ പരമാവധി പുറകിലേക്ക് മാറി നിൽക്കേണ്ടതാണ്. 23-24 തൂക്കം ആരംഭിച്ചിരിക്കുന്നു. 23 ആരിഫ് സന്നോർ അരുൺകുമാർ ഉത്രാടം വെള്ളിയും തൂക്കം വധക്കാരൻ രമേശ് പി മീനാക്ഷി ചെല്ലുകയും. 24 അവനി സന്നോർ അക്കിം ദർശക്കാർ പ്രകടിപ്പിക്കുന്ന 31 മുതൽ 60 വരെയുള്ള തൂക്കം ദർശിക്കുന്ന കുഞ്ഞുങ്ങളെ എത്രയും വേഗം കിഴക്കേ വരയിൽ എത്തിക്കേണ്ടതാണ്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ ഭക്തജനങ്ങൾ പടിഞ്ഞാറ് ഭാഗത്തുകൂടി പുറത്തേക്ക് ഇറങ്ങേണ്ടതാണ്. വടക്കേറ്റതയിൽ കിഴക്ക് കുറവാണ്. ഇപ്പോൾ ദർശനം നടത്താവുന്നതാണ്. റോഡിന്റെ ഇടതുവശത്താണ് കഴിയേണ്ടതാണ്. ദർശനം കഴിഞ്ഞ് തിരികെ പോകുന്നവർ റോഡിന്റെ ഇടതുവശത്ത് കൂടി ജംഗ്ഷനിലേക്ക് പോകേണ്ടതുമാണ്. തൂക്കത്തിൽ കടന്നു വരികയാണ്. ഓം ശ്രീ ഭഗവതി നമ. ഓം ശ്രീ ഭഗവതി നമ. 25-26 തൂക്കം നേർച്ച ആരംഭിച്ചിരിക്കുന്നു. 20 കിഴക്കേന്നട ഇതല്ലേ ഇത് കിഴക്കേന്ന് ഐസ്ക്രീം കൊടുത്തോണ്ടിരിക്കണം പറഞ്ഞ് സംഭാവനയിൽ കിഴക്കേനടയിൽ ഐസ്ക്രീം വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആവശ്യത്തിന് ഇതോടാ തൂക്കത്തിൽ കടന്നു വരികയാണ്. പരമാവധി പുറകിലേക്ക് ഭക്തജനങ്ങൾ നിൽക്കേണ്ടതാണ്. ഓം ശ്രീ ഭഗവതി നമ. 27-28 തൂക്കം നേർച്ച ഇന്ത്യവരം മുഖ്യാനുഭവം. 28 വിഷ്ണു ഭാരങ്ങൾ
ക്ഷേത്രത്തിന് സമീപമുള്ള പൂക്കടയിൽ നിന്നും ഭക്തജനങ്ങൾക്ക് എത്തിക്കുന്നതാണ്. സംഭാവനകൾ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഭക്തജനങ്ങൾ ആ തുകകൾ കമ്മിറ്റി ഓഫീസിലടച്ച് രസീതുകൾ വാങ്ങണമെന്ന് അറിയിക്കുകയാണ്. വരിസംഖ്യ മുടക്കം നിർത്താതെ അടയ്ക്കേണ്ടത് കുടിശ്ശിക ഉള്ളവർ തുക അടച്ച് അംഗത്വം നിലനിർത്തേണ്ടതുമാണ്. ഓം ശ്രീ ഭഗവതി. ഓം ശ്രീ ഭഗവതി നമഃ. 29-30 തുങ്കം നേർച്ച ആരംഭിച്ചിരിക്കുന്നു. 29 വാസുദേവ് എ.സി. ഫണ്ടർ അരുൺകുമാർ സി.ജി. മഞ്ചേരി വീട് മുത്തമ്മീടത്. 30 രുദ്രതീർന്ന എസ്. കിഷോർ ഡോക്ടർ ഓഫ് അരുൺ കിഷോർ ജയൻ അറപ്പുലൈ വീട് കരുത്തിപ്പള്ളി. 30 വിനോദ് കുമാർ എന്ന ചാരുമൂട്ടുള്ള വീട് തിരുവനന്തപുരം മുത്തമ്മീടത്. സുധീർകുമാർ ചരിവുള്ളാത്ത മേലെ പുത്തൻ വീട് വികാസ് നഗർ ഗോൺകല്ലൂർ അറിയിക്കുക. ഓം ശ്രീ ഭഗവതി നമഃ. വരിസംഖ്യകളിൽ സംഭാവനകളെ കമ്മിറ്റി ഓഫീസിലേക്ക് രസീത് വാങ്ങേണ്ടതാണ്. സംഭാവനകൾ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഭക്തജനങ്ങൾ തുകകൾ കമ്മിറ്റി ഓഫീസിലേക്ക് ശ്രീ ഭഗവതി നമഃ. 31-32 തൂക്കം നേർച്ച ആരംഭിക്കുന്നു. 31 നിരഞ്ജന എ.ഡി. ഡോക്ടർ ഓഫ് അരുൺ കെ.എസ്. ആഗ്രഹവൻ ചൂഴ ആഴ്നാട്. 32 വൈദേഹി ഡോക്ടർ ഓഫ് അമൽജിത്ത് ശ്രീകണ്ഠവിലാസം ദേവൻകോട്. തൂക്കവൃത്തക്കാർ സുരേഷ് കുമാർ കുമാർ ഭവൻ മുടവരം മുത്തമ്മയ്യതൻ. അഭിജിത്ത് രാധിക ഭവൻ പായ്ക്കാട് വെള്ളനാട്. തൂക്കബില്ല് കടന്നു വരികയാണ്. തിരക്ക് ഏറി വരികയാണ്. വിലപിടിപ്പുള്ള വസ്തുക്കളും ആഭരണങ്ങളും മൊബൈൽ ഫോണും നഷ്ടപ്പെടാതിരിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. തിരക്ക് ഏറി വരികയാണ്. വിലപിടിപ്പുള്ള വസ്തുക്കളും ആഭരണങ്ങളും മൊബൈൽ ഫോണും നഷ്ടപ്പെടാതിരിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ പ്രദേശത്തും ഞങ്ങൾ CCTV ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. ഓം ശ്രീ ഭഗവതി നമഃ. തൂക്കബില്ല് കടന്നു വരികയാണ്. ഓം ശ്രീ ഭഗവതി നമഃ. 33-34 തൂക്കം നേർച്ച ആരംഭിച്ചിരിക്കുന്നു. 33 ആദികൃഷ്ണ വി.എ. സൺ ഓഫ് വിഷ്ണു കെ. വിഷ്ണു ഭവൻ കുളക്കോട് വെള്ളനാട്. തൂക്കം മൃഗക്കാരൻ ഗോപകുമാർ. ഗോകുൽ ഭവൻസിൽ നിന്നും KSRTC റോഡിൽ പാർക്ക് ചെയ്തിരിക്കുന്നത് എത്രയും വേഗം അവിടെ നിന്ന് മാറ്റണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഭക്തജനങ്ങൾക്ക് ഇപ്പോൾ ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ്. നടക്കി വയ്ക്കുന്നതിനാവശ്യമായ വെള്ളിക്കെട്ട്, കൈകൾ, ആൾട്ടിഫം മുതലായവ ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ നിന്നും ലഭിക്കുന്നതാണ്. ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ എല്ലാവിധ പൂജാ സാധനങ്ങളും ക്ഷേത്രത്തിന്റെ പൂജാ കൗണ്ടറിൽ നിന്നും ലഭിക്കുന്നതാണ്. നമ്മുടെ ദേവീക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ഇത്. നമ്മുടെ ദേവീക്ഷേത്രത്തിലെ ദിവ്യവും അതിവിശേഷ വ്രതക്കാരൻ മണിയൻ A.S. ശ്രീവാസ് കൊല്ലങ്കോണം. 35-36 തൂക്കം നടക്കുവാൻ. ശ്രീ ഭഗവതി നമഃ. തൂക്കം നേർച്ചക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് 48 നമ്പർ തൂക്കം നേർച്ചക്കുള്ള കുഞ്ഞിനെ എത്രയും വേഗം ഗണപതി ക്ഷേത്രത്തിന് സമീപം എത്തിക്കേണ്ടതാണ്. 48 നമ്പർ തൂക്കം നേർച്ചക്കുള്ള കുഞ്ഞിനെ കിഴക്കേ നടയിൽ ഗണപതി ക്ഷേത്രത്തിന് സമീപം എത്രയും വേഗം എത്തിക്കണമെന്ന് അറിയിക്കുകയാണ്. തൂക്കബില്ല് കടന്നു വരികയാണ്. ഭക്തജനങ്ങൾ പരമാവധി പുറകിലേക്ക് മാറി നിന്ന് ഭക്തിനിർഭരമായ തൂക്ക പരിപാടി ഉപേക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വെള്ളനാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ചരിത്ര പ്രസിദ്ധമായ മീനഭവന മഹോത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഭക്തിനിർഭരമായ ചടങ്ങ് തൂക്ക പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു. ബില്ല് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഭക്തജനങ്ങൾ പരമാവധി പുറകിലോട്ട് മാറി നിന്ന്
ഭക്തിനിർഭരമായ തൂക്കം വഴിപാട് വീക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഓം ശ്രീ ഭഗവതി നമ. 35, 36 തൂക്കം നേർച്ച ആരംഭിച്ചു കഴിഞ്ഞു. 35 ത്രിവൻ മഹാദേവൻ സൺ ഓഫ് അരുൺ വിയസ് വേണുഗോപാല നിലയം കല്ലുകെട്ട് കമ്പനിമുക്ക്. തൂക്കുമല്ല് കടന്നുകൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭക്തജനങ്ങൾ പരമാവധി പുറകിലോട്ട് മാറുന്നത് ഭക്തിനിർഭരമായ തൂക്കം വഴിപാട് വീക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വെള്ളനാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ചരിത്ര പ്രസിദ്ധമായ മീനഭരണി മഹോത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഭക്തിനിർഭരമായ ചടങ്ങ് തൂക്കം വഴിപാട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഭക്തജനങ്ങൾക്ക് ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ്. വടക്കേ നിലയുടെ ഭാഗത്ത് തിരക്ക് കുറവാണ്. ഭക്തജനങ്ങൾക്ക് ഇപ്പോൾ ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ്. നടക്കി വയ്ക്കുന്നതിന് ആവശ്യമായ വെള്ളിക്കൊന്ന, കൈകാൽ, ആണ്ട് മുതലായവ ക്ഷേത്രത്തിന്റെ വടക്കേ നിലയിൽ നിന്ന് ഭക്തജനങ്ങൾ കിഴക്കേ നിലയിൽ ചായ എത്തിച്ചു കൊടുക്കേണ്ടതാണ്. വെള്ളനാട് ജനങ്ങൾക്ക് ഉണ്ട്. ഭക്തജനങ്ങൾ ശ്രദ്ധിക്കുക. എത്രയും പെട്ടെന്ന് ട്രാഫിക് ബ്ലോക്ക് മാറ്റണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വെള്ളനാട് ജംഗ്ഷൻ മുതൽ KSRTC റോഡ് വരെയുള്ള റോഡിൽ ട്രാഫിക് ബ്ലോക്ക് അനുഭവപ്പെടുകയാണ്. ഭക്തജനങ്ങൾ അത് ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വടക്കേ നിലയിൽ നിൽക്കുന്നവർ അകത്തേക്ക് കയറേണ്ടതാണ്. വടക്കേ നിലയിൽ നിൽക്കുന്നവർ അകത്തേക്ക് കയറേണ്ടതാണ്. തൂക്കമില്ല് കടന്നു വരികയാണ്. ഓം ശ്രീ ഭഗവതി നമ. 37, 38 തൂക്കം നേർച്ച നടക്കുന്നു. 37 ജ്യോതിക ലക്ഷ്മി ഷായി പോകുവാൻ വേണ്ട വഴി ഒരുക്കി കൊടുക്കേണ്ടതാണ്. വെള്ളനാട് ജംഗ്ഷനിലേക്ക് ആംബുലൻസ് കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഭക്തജനങ്ങൾക്ക് ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ്. വടക്കേറാവുന്നതാണ്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഇറങ്ങുന്ന ഭക്തജനങ്ങൾ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഓം ശ്രീ ഭഗവതി നമ കടന്നു വരികയാണ്. ബില്ല് കടന്നു വരുന്നു. ഭക്തജനങ്ങൾ പുറകിലേക്ക് മാറി നിൽക്കേണ്ടതാണ്. ഓം ശ്രീ ഭഗവതി നമ. 39 പൊന്നയൂർ. 40 കിയാൻ ബി ലോഹിത് സൺ ഓഫ് അരുൺ ബി അമ്പാടി കൽപ്പുഴി മഞ്ച. തൂക്കവർദ്ധക്കാർ ഗോപേഷ് കുമാർ കുമാരി വിലാസം പൊന്നയൂർ. അജിത് ഭഗവതി നമ. തൂക്കമില്ല് കടന്നു വരികയാണ്. ഓം ശ്രീ ഭഗവതി നമ. തൂക്കം നേർച്ചക്കാരുടെ പ്രത്യേകം അവിടെ നിന്നും മാറ്റേണ്ടതാണ്. KL01 DJ 35 65 കാറ് എത്രയും വേഗം അവിടെ നിന്നും മാറ്റേണ്ടതാണ്. ഡിപ്പോയ്ക്ക് സമീപത്തായി റോഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന KL01 DJ 35 65 കാർ എത്രയും വേഗം അവിടെ നിന്നും മാറ്റേണ്ടതാണ്. ഉത്സവാശംസകളോടെ ഈ പരിപാടി സംഭാവനയെ സമർപ്പിക്കുന്നത് ബാലകൃഷ്ണൻ നായർ, ഐഡിയ പവർ ടൂൾസ് വെള്ളനാട് ആൻഡ് കൂട്ടായ്മയോട്, ഹരിഹര പ്രസാദ്, RR സോളാർ സൊല്യൂഷൻ വെളിയിലും, വിനീത് NCA പെയിന്റ്സ് ആൻഡ് ഹാർഡ്വെയർ വെള്ളനാട്, ആനന്ദ് ബാബു ദേവി ലക്കി സെന്റർ വെള്ളനാട്, സതീഷ് കുമാർ ശബരി ഗ്ലോബൽ ഷോപ്പി വെള്ളനാട്, സജു ശ്രീഭദ്ര മോട്ടോഴ്സ് വെള്ളനാട്, വെള്ളനാട് ഗ്രാമീൺ ബാങ്ക് ജീവനക്കാർ, ചൈത്രം ടെക്സ്റ്റൈൽസ് വെള്ളനാട്, ഗായത്രി ഏജൻസീസ് KSRTC റോഡ് വെള്ളനാട്. പുറകിലോട്ട് മാറി നിന്ന് ഭക്തിനിർഭരമായ തൂക്കം വഴിപാട് വീക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വെള്ളനാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ചരിത്ര പ്രസിദ്ധമായ മീനഭരണി മഹോത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഭക്തിനിർഭരമായ ചടങ്ങ് തൂക്കം വഴിപാട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഭക്തജനങ്ങൾക്ക് ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ്. വടക്കനരിയുടെ ഭാഗത്ത് തിരക്ക് കുറവാണ്. ഭക്തജനങ്ങൾക്ക് ഇപ്പോൾ ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ്. നിങ്ങളുടെ
തുടരുകയാണ് ഗൈസ്. ഐസ്ക്രീം വേണോ? അപ്പോൾ ഗൈസ് ഇത് ലാസ്റ്റത്തെ വീഡിയോ എടുക്കുകയാണ്. ഈ തൂക്കം കൂടെ കണ്ടിട്ട് നമ്മളെ പോകും. ഭയങ്കര സൗണ്ട് കേട്ടോ. വാങ്ങണ്ടേ അങ്ങനെ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ വന്നിട്ട് ബസ്സുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് അങ്ങനെ ബാക്കിയിട്ട് ഇങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ ഇപ്പോഴാണ് എൻ്റെ ഫോൺ ഓഫായി പോയിരുന്നു. അങ്ങനെ എടുത്തതാണ്. നമ്മൾ ഇനി അടുത്ത വീഡിയോ എഡിറ്റ് ചെയ്യണം. ബിക്കോസ് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുമ്പോഴാണ്. ബിക്കോസ് ഈ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഉള്ള പുതിയ ബൈ.